ഇന്നിവിടെ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയ രാമായണത്തിലെ കുറച്ച് വരികളാണ്. അത് എനിക്ക് വളരെ അട്രാക്റ്റീവായി തോന്നി. ഇത് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സു ഓർക്കുന്നീ വഗ്നിസന്തപ്ത ലോകസ്ഥാംബു ബിന്ദുന സന്നിഭം മർത്തി ജന്മം ക്ഷണബന്ധുരം ചക്ഷുശ്രവണ ഗളസ്തമാൻ ദുർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാകിന പരിഗ്രസ്തമാൻ ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതം ഓർക്കുന്നീ. അതായത് ഈ ഭോഗങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേടുന്ന അനുഭവങ്ങൾ. ഉദാഹരണത്തിന് ഭക്ഷണം, നാവിന് രുചി വേണം അല്ലേ? ഭക്ഷണം അതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് അത് വായിന്നുകൊണ്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് തീർന്നു ആ ടേസ്റ്റും. ഇപ്പൊ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കഴിക്കുമ്പോൾ അമൃത് പോയിട്ടാവും, ശരീരത്തിനുള്ളിൽ പോയി കഴിഞ്ഞാൽ അത് വിഷമായിട്ട് മാറും. ഇല്ല, ഇന്നത്തെ ഉള്ള ഭക്ഷണങ്ങൾ കണ്ടില്ലേ? പൊറോട്ട, ചില്ലി ചിക്കൻ, കുഴിമന്തി, പായസം, പാൽപ്പായസവും അടപ്പായസം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ പൊരിച്ച സാധനം, പൊരിച്ച കോഴി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കഴിച്ച് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് ഒരു സെക്കൻഡ് കൊണ്ട് അതിന്റെ ആ ടേസ്റ്റ് തീർന്നു. ആ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ അത് വേറെ വിഷവസ്തുവായി മാറും. അതേപോലെ ഓരോ അവയവത്തിനും കാശുകാരന് വേണ്ടി 10,000-കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കുക, ചെവിയിൽ എപ്പോഴും പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മറ്റേതും വെച്ചിട്ട് കണ്ടില്ല ആൾക്കാർ നടക്കുന്നത്, ചെവിയിൽ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട്. അതേപോലെ നമ്മളെ സ്കിന്നിന് വേണ്ടത് സ്പർശനത്വമാണ്, കാമാസക്തി, അത് പെട്ട് നട്ടത്തരിയിൽ കണ്ടില്ല ആൾക്കാർ. അങ്ങനെ ഓരോ സുഖങ്ങളും അത് സെക്കൻഡ് കൊണ്ടുള്ള സുഖം ആ സെക്കൻഡ് കൊണ്ട് തന്നെ തീർന്നു. ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സും. നമ്മൾ ആയുസ്സും പെട്ടെന്ന് തീരും. ഒരു 20 കൊല്ലം പറയുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞു. ഒരു 70 വയസ്സ് വരെയാണ് കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നത്, ബഹുഭൂരിപക്ഷം 100 വയസ്സൊക്കെ ജീവിക്കുന്നത് വളരെ റയറാണ്. ആ 75 കൊല്ലം ഒരു 3 സെക്കൻഡ് വരെ കഴിയും. സർവീസൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് കഴിയും. 20 കൊല്ലം 30 കൊല്ലം പറയുന്നത്. വേഗേന നഷ്ടമാവും ആയുസ്സും മൂർത്തന് വഗ്നിസന്തപ്ത ലോകസ്ഥാംബോ ബിന്ദുവിന് സന്നിഭം മർത്ത ജന്മക്ഷണ ബന്ധുരം. എന്നുവെച്ചാൽ ഒരു ലോഹത്തിന്റെ പാളിയിൽ ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ ചുട്ടുപഴുത്ത ലോഹത്തിന്റെ ഉദാഹരണത്തിന് ദോശക്കല്ല് അത് നന്നായി ചൂടാക്കുക. ചുട്ടു പഴുക്കുമ്പോൾ അതിൽ ഒരു തുള്ളി വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് അത് ആവിയായി പോകും. അതേപോലെയുള്ളൂ മനുഷ്യായുസ്. വഗ്നിസന്തപ്ത ലോകസ്ഥാംബു ബിന്ദുവിന് സന്നിഭം ആ സെക്കൻഡ് തീരുമ്പോൾ നമ്മൾ മനുഷ്യ ജീവിതം തീർന്നു. ചക്ഷുശ്രവണ കളസ്തമാന്തർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാൻ ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ചക്ഷുശ്രവണ കളസ്തമാൻ ദുർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ. നമ്മള് ഈ മഴക്കാലത്തൊക്കെ കണ്ടിരുന്ന പോലെ പാമ്പ് ഈ തവള ശബ്ദം ഉണ്ടാക്കുന്നത്, അത് പാമ്പ് പിടിച്ചിരിക്കുകയാണ്. പാമ്പ് അങ്ങനെ തവളെ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ, അതില് ആ പാമ്പ് അങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കൂടെ ഒരു പ്രാണി പറന്നു പോവുകയാണെങ്കിൽ എളുപ്പം തവള നാക്ക് നീട്ടി ആ പ്രാണി പിടിച്ചു തിന്നും. അതേപോലെയാണ് ഇത്ര ചക്ഷുശ്രവണ ഗളസ്തമാന്തർദൂരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ കാലാകിന പരിഗ്രസ്തമാൻ ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. അതേപോലെ മനുഷ്യര് ഇങ്ങനെ ഈ ഭോഗങ്ങൾ തേടുന്നു. എനിക്ക് വേണം, എനിക്ക് അനുഭവിക്കണം. പാമ്പിന്റെ വായിൽപ്പെട്ട തവള നാക്ക് നീട്ടി ഇരയെ പിടിക്കുന്ന പോലെ മനുഷ്യരും ഭോഗങ്ങൾ തേടുന്നു. മനുഷ്യന് അതേ അവസ്ഥയാണ്. മനുഷ്യരുടെ കാലത്തിന്റെ വായിൽപ്പെട്ട ആൾക്കാരാണ് മനുഷ്യർ.
കാലം എപ്പോ വേണമെങ്കിലും നമ്മൾ വിഴുങ്ങും. കാലം പാമ്പിന്റെ പ്രതീകമാണ്, നമ്മൾ തവളുടെ. എങ്കിലും നമ്മൾ നാക്ക് നീട്ടി എല്ലാം പിടിച്ചെടുക്കാൻ നോക്കും. കോടിക്കണക്കിന് രൂപ വേണം, അധികാരം വേണം, പദവി വേണം, പ്രശസ്തി വേണം, അംഗീകാരം വേണം, ലോകം മുഴുവൻ കാണണം, പിന്നെ ലോകത്ത് ഉള്ളത് മുഴുവൻ കേൾക്കണം, അനുഭവിക്കണം, കാമാസക്തി തീർക്കണം, എല്ലാം വേണം. അത് വയസ്സായാലും തീരുന്നില്ല. വാർദ്ധക്യമോടും ജരാനരയോടും ചീർത്തമോഹയിൽ മരിക്കുന്നു ചിലർ. മരിക്കാരായിട്ട് പിന്നെ ഡെത്ത് ബെഡിൽ കിടക്കുകയാണെങ്കിലും ഈ ആശാമുണ്ടം വിട്ടൊഴിയില്ല. കെട്ട് ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം. കുഴിക്ക് കാല് നീട്ടിയിരിക്കുകയാണ്. ചക്ഷുശ്രവണ കളസ്തമാന്തർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ കാലാകിന പരിഗ്രസ്തമാൻ ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. നമ്മുടെ ജീവിതം ഇതുപോലെയാണ്. നീർക്കുമുള പോലെ ആ സെക്കൻഡ് കൊണ്ട് തന്നെ പൊട്ടിയില്ലല്ലോ. ഭൂമിയിലുള്ള 3 സെക്കൻഡ് 30 ഒരു 70 കൊല്ലമൊക്കെ 3 സെക്കൻഡ് കഴിഞ്ഞ പോലെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം. ലോകം മുഴുവൻ പിടിച്ചടക്കണം, അംഗീകാരം വേണം, പ്രശസ്തി വേണം, എല്ലാം വേണം. പക്ഷെ ഇതേപോലെ തലയിൽ വെച്ച് ഒരിക്കലും നടക്കരുത്. ഭാരം വയ്യാവേണ്ട ആത്മഹത്യ ചെയ്യുക, മാനസികരോഗാവശ്യത്തിലെത്തുക, മറ്റേ മുണ്ടും പാൻറ്റും എല്ലാം ഊരി ട്രൗസർ ഇട്ടിട്ട് റോഡിൽ കൂടെ നടക്കുക, ഭ്രാന്തളകിയിട്ട്. അതെല്ലാം ഈ തലയിൽ എടുത്ത് വെക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഭാരങ്ങളെല്ലാം, ജീവിത ഭാരങ്ങളെല്ലാം താഴെ ഇറക്കി വെച്ച് സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അതിൻ്റെ അർത്ഥം കർത്തവ്യങ്ങൾ ഒളിച്ചോടുക എന്നുള്ളതല്ല. അത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല. ഉണ്ടാതെ വീട്ടിൽ റെസ്റ്റ് എടുത്ത് ഉണ്ടായിട്ടിരിക്കുക, അതല്ല. നിയതം കുരു കർമ്മത്തം കർമ്മം ജോയകർമ്മ ശരീരയാത്രാവിജതീന പ്രസിദ്ധേത കർമ്മ. നമുക്ക് നിശ്ചയിക്കപ്പെട്ട കർമ്മം നമ്മൾ ചെയ്യണം. ഉദാഹരണത്തിന് നമ്മൾ 24 മണിക്കൂർ ഒരു ദിവസമുള്ളൂ, അതിൽ 8 മണിക്കൂർ ഉറങ്ങണം, ബാക്കി 16 മണിക്കൂറുണ്ട്. അതിൽ ഓരോ സെക്കൻഡും നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം. അതായത് കർത്തവ്യങ്ങൾ ഒളിച്ചോടണമെന്നല്ല പറയുന്നത്. പക്ഷെ ഇതേപോലുള്ള ഭാരം തലി വെക്കരുത്. ഭാരം തലി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയുസ് അല്പായുസായി മാറും. അത് മാത്രമല്ല, കടുത്ത മാനസിക സംഘർഷത്തിനിടയാവും, മാനസിക രോഗിയായി മാറും. അതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും സിസ്റ്റമാറ്റിക്കായിട്ട്. നമ്മുടെ ജീവിതത്തിന്റെ കുറച്ച് അറിവ് അറിയിച്ചു കഴിഞ്ഞാൽ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. താങ്ക്സ്.